ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒളിച്ചോട്ടം ഭയങ്കര വൈറലാണ്. ഒളിച്ചോടിയ 2 വ്യക്തികൾ ഇങ്ങനെ പാറി പറന്ന് നടക്കുകയാണ്. അവരുടെ സ്ഥലം എവിടെയാണെന്നോ ഒന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും ചേട്ടത്തിയുടെ ഭർത്താവിനെയും കൊണ്ട് ഒളിച്ചോടിയ അനിയത്തി, അതാണ് നമുക്ക് ആകെ അറിയാവുന്നത്. എന്തായാലും 2 വീഡിയോ ആണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒന്ന് ഓട്ടോയിൽ ഇരുന്നുകൊണ്ടാണ്, ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്, ഞങ്ങൾക്ക് പിരിയാൻ കഴിയില്ല, ഞങ്ങളുടെ ദിവ്യ പ്രണയമാണ്, ഞങ്ങളെ അന്വേഷിച്ചാരും വരരുത്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം വേറൊരു വീഡിയോ, അത് ചേട്ടൻ അടുത്തിരിപ്പുണ്ടെങ്കിലും ചേട്ടനൊന്നും മിണ്ടുന്നില്ലായിരുന്നു. നമ്മുടെ ചേച്ചി മാത്രമാണ് മിണ്ടിയത്. ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് സാലറി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ മണ്ണാങ്കട്ടയാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കയ്യിരുന്ന ഫോണും കൂടെ വിറ്റിട്ടാണ് പോയി ലോഡ്ജിൽ റൂമൊക്കെ എടുത്ത് സംഭവങ്ങളൊക്കെ ആയി വന്നപ്പോൾ ആരോ കണ്ട് പോലീസിലങ്ങ് പറഞ്ഞു കൊടുത്തു. 2നെയും പോലീസ് പിടിച്ചു. അവസാനം യഥാർത്ഥ പ്രേമവും പ്രണയവും എല്ലാം അവിടെ എന്താ പറയുക, അവിടെ ഇല്ലാതായി. അപ്പോൾ ഈ ഒരു സംഭവത്തെ തുടർന്ന് ഇപ്പോൾ ഇങ്ങോട്ട് ട്രോളുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് കേട്ടോ. അയ്യോ എൻ്റെ പൊന്നോ, കണ്ട് മടുത്ത്. നമുക്ക് എന്തായാലും ഇതിനെ കുറച്ച് ട്രോളുകളുണ്ട് കേട്ടോ, ഒന്ന് കണ്ടിട്ട് വരാം. ഒറിജിനലിൽ വെല്ലുന്ന എന്താ പറയുക ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കുറച്ച് ട്രോളുകളുണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ഇതെന്റെ ചേച്ചീന്റെ ഭർത്താവാണ്. ഈ നിഷ്കളങ്കമായി മുഖത്തോട്ട് നോക്കി ഇദ്ദേഹത്തിന്റെ ഈ ആത്മാർത്ഥമായ സ്നേഹം കണ്ടിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിനോട് ജീവിക്കാനുള്ള തീരുമാനം എടുത്തത്. എന്റെ ചേച്ചീന്റെ പെണ്ണ് കാണാൻ വന്ന അന്ന് തുടങ്ങിയുള്ള സ്നേഹമാണ് ഞങ്ങൾ തമ്മിൽ. അന്ന് എനിക്ക് 15 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് 18 വയസ്സും കഴിഞ്ഞ് 21 വയസ്സുമായി. അതിനിടയ്ക്ക് അറിയാണ്ട് ചേച്ചിയിൽ 3 കുട്ടികളുണ്ടായി എന്നല്ലാതെ ഏട്ടൻ വേറൊരു തെറ്റും ചേച്ചിനോട് ചെയ്തിട്ടില്ല. പിന്നെ ചേച്ചിന്റെ അടുത്ത് ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അതുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പൊ പിന്നെ ഈ ഒരു വീഡിയോ ചേച്ചിക്ക് തെളിവായിട്ട് കിട്ടും. ഇനി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയാണ്. ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങളുടെ പിന്നാലെ ആരും വരരുത്, പ്രത്യേകിച്ച് എന്റെ പിന്നാലെ വരരുത്. ഞങ്ങളിനി മലപ്പുറം ജില്ലയിലേക്ക് കാല് കുത്തില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോ താമസിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ്. ആരും ഞങ്ങൾ അന്വേഷിച്ച് പിന്നാലെ വരരുത്, ലൊക്കേഷൻ പറഞ്ഞെന്ന് വെച്ചിട്ട്. കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ. ഇനി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോവാണ്. എന്നുവെച്ചാൽ ഏട്ടനെ പൂർണ്ണമായിട്ട് കൊണ്ടുപോകല്ല. ചേച്ചിക്ക് എപ്പോ വേണമെങ്കിലും ഞാൻ വരും, ഞാൻ തിരിച്ചു വരും. എനിക്ക് അവിടുന്ന് ഒരു 2-3 എണ്ണത്തിന്റെ കൂടെ പൊക്കാനുണ്ട്, അല്ല തിരിച്ചു കൊണ്ടുവരാനുണ്ട് എന്റെ കൂടെ. ഞാൻ വരും. അപ്പം അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇട്ടെറിഞ്ഞ് പോവല്ല. പിന്നെ എന്റെ സാലറി കിട്ടാൻ വൈകിയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാത്തിരുന്നത്. ഈ തിങ്കളാഴ്ച എന്റെ സാലറി കിട്ടും, പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും. പിന്നെ ഏട്ടന്റെ സ്നേഹമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള സ്നേഹം ഇഷ്ടം പോലെ ഉണ്ട്. ആ ഒരു സ്നേഹമാണ്, ഈ ഒരു ആത്മാർത്ഥ സ്നേഹം ഞങ്ങൾക്കിനി വേർപിരിഞ്ഞ് ജീവിക്കാനേ സാധിക്കില്ല. അത്രേ ഉള്ളൂ. എല്ലാരും ഞങ്ങളോട് ക്ഷമിക്കണം. എനിക്ക് നല്ലൊരു ജീവിതം തരാനിരുന്ന വിഷ്ണുട്ടനെ ഞങ്ങളോട് ക്ഷമിക്കണം. കല്യാണത്തിന് അന്ന് വരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാ, അത്രയ്ക്ക് സ്നേഹിച്ചു പോയി അല്ലേ കണ്ണ? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ അന്ന് മുതല് എന്റെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കി വളർത്തിയ ആളാ. അത്രയ്ക്ക് ഇഷ്ടം എന്നോട്. സാലറി കിട്ടാൻ വൈകിയതുകൊണ്ടാ, ഇനി ഞങ്ങൾ നേരത്തെ പോയതേനെ. പൈസയൊക്കെ എടുത്തല്ലേ? എന്റെ കഴപ്പുണ്ട്, അല്ല എന്റെ ഇഷ്ടപ്രകാരമാ ഉറങ്ങിക്കിടന്നിരുന്ന ചേട്ടനെ ഞാൻ വിളിച്ചോണ്ട് വന്നത്. എന്റെ കണ്ണനൊന്നും അറിയില്ല. എന്റെ കണ്ണു പാവ, അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചേച്ചി വാട്സാപ്പിൽ ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞങ്ങളെ തിരക്ക് വരരുത് പ്ലീസ്. എനിക്ക് കണ്ണൻ പറ, എന്തെങ്കിലും പറ. എനിക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ഭാര്യക്ക് അവക്കറിയില്ല, എന്റെ സ്വഭാവത്തെ കുറിച്ച് എന്റെ ഭാര്യയ്ക്ക് അറിയാം. അതിന്റെ തെളിവുകൾ 3 എണ്ണം വീട്ടിൽ നിൽപ്പുണ്ട്. പിന്നെ ഇവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവളിലും എനിക്കൊരു തെളിവ് ഉണ്ടാക്കണം. അതുകൊണ്ട് നിങ്ങളാരും ഞങ്ങളെ തിരക്ക് വരരുത് പ്ലീസ്. കുറച്ച് നേരത്തേക്കെങ്കിലും ആരും വരരുത്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും, ഉറപ്പാ. അവിടെ 2 എണ്ണമൊക്കെ നിൽപ്പുണ്ട്, അവർക്ക് 2-3 തെളിവ് കൊടുക്കണം. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങളെ തിരക്ക് ആരും വരരുത്. മതി, ലൈറ്റ് അടിക്കട്ടെ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാനും വിജയണ്ണനുമായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ കുഞ്ഞമ്മേരെ ഭർത്താവായിട്ട് സത്യം പറഞ്ഞ് ഒളിച്ചോടുന്നത്. എനിക്കെന്റെ ഭാവമില്ലാതെ പറ്റൂല. അന്നത്തെ മിണ്ടാണ് നിങ്ങളത്. അണ്ണന്റെ ശക്തി എല്ലാരും കാണട്ടടി. എന്റെ കുഞ്ഞമ്മയെ കെട്ടി 6 പിള്ളേരുണ്ടായെന്നല്ലാതെ എന്റെ അണ്ണനെ കൊണ്ട് വേറെ ഒന്നിനും പറ്റൂല. സത്യം, എന്റെ ഭാവമില്ലാതെ എനിക്ക് പറ്റൂല, ഒട്ടും പറ്റൂല. എന്റെ ഭാവമില്ലാതെ എനിക്ക് കേറി നിൽക്കുന്നതന്നെ അല്ലേ അണ്ണ നിങ്ങൾക്ക്? സത്യം പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം. അവളെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകളുണ്ട്.
അതുകൊണ്ട് നിങ്ങളാരും നമ്മളെ തിരക്കി വരില്ലേ? നമ്മൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ തൊഴിലുറപ്പിന്റെ പൈസ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പൊ തിങ്കളാഴ്ച അക്കൗണ്ടിൽ പൈസ വരും. അപ്പൊ അതെടുക്കാൻ വേണ്ടി ഞാനും എന്റെ അണ്ണനും കൂടെ നാട്ടിലോട്ട് വരും. പിന്നെ അണ്ണന്റെ ചികിത്സാ കാർഡും പിന്നെ പെൻഷൻ പൈസയും കൂടെ ഒപ്പിട്ട് മേടിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആരും ഇനി ശല്യപ്പെടുത്തരുത് പ്ലീസ്. എന്റെ ബാബ, എന്റെ ബാബ, എന്റെ ബാബ, എന്റെ ബാബ, അണ്ണന്റെ അണ്ണത്തി എന്റെ അറിയണം. ഇപ്പൊ അണ്ണന്റെ 2ാം പാർട്ടോട്ട് ഞാൻ ഉടനെ വരും.